അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 7 വർഷമായി. കേസ് വിചാരണ ഇനിയും നീളുമെന്നാണ് പറയുന്നത്. എന്തായാലും അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി എന്നൊക്കെ കുടുംബം പറയുന്നുണ്ടെങ്കിലും അഭിമന്യുവിന്റെ സഹോദരന് CPM നേതൃത്വത്തിലുള്ള മൂന്നാറിലൊരു ബാങ്കിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ 3.5 വർഷം ജോലി ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല. ഈ കേസ് ഇങ്ങനെ നീണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ വിചാരണ നീണ്ടു പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതില് അഭിമന്യു കേസിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് എന്ന് വീട്ടുകാർ പറയുന്നത് അവർക്ക് എത്രമാത്രം അതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്കറിയില്ല. അഭിമന്യു കേസിൻ്റെ അന്വേഷണവും അഭിമന്യു കേസിൻ്റെ അന്വേഷണ രീതിയും ശരിയായ വഴിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഒന്ന്, വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിലാണ് ഈ വിഷയങ്ങളെ കണ്ടത്. ഒന്നാം പ്രതിനെ തന്നെ എന്നാണ് അറസ്റ്റ് ചെയ്തത്? വളരെ വൈകി ഒന്നാം പ്രതിനെ അറസ്റ്റ് ചെയ്ത് ചാർജ് എന്നിട്ട് കൊടുത്തതിന് ശേഷം ഈ ചാർജും ഫയലുകളും എല്ലാം കോടതിയിൽ നിന്നും ഇതിൻ്റെ വിചാരണ കോടതിയിൽ നിന്നും കാണാണ്ടായി. ഈ കാണാണ്ടായ വിഷയം തന്നെ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അത് ആരാണ് അത് കാണാണ്ടാക്കിയത്? അത് ആ ആൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു അന്വേഷണം ഈ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഒരു കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഫയലുകൾ കാണാതാകുമ്പോൾ അതിനെതിരായിട്ടുള്ള കോടതിയിൽ നിന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെയോ ആരാണിതിട്ട് കട്ടുകൊണ്ടുപോയതാണോ അല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫ് എടുത്തു കൊടുത്തതാണോ? എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം? ഇതുവരെ കോടതിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ രണ്ടാമത് ഇപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഇപ്പോൾ വാർത്തയിൽ എന്താ കാണുന്നത്? 16 പ്രതികൾക്കെതിരെ മാത്രമേ ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇനിയും ധാരാളം പ്രതികൾക്ക് കുറ്റപത്രം കൊടുക്കാനുണ്ട്. അപ്പം എങ്ങനെ വിചാരണ ആരംഭിക്കും? അപ്പോൾ വിചാരണ ആരംഭിക്കുന്നത് ഇനിയും നീണ്ട് 7 വർഷം കഴിഞ്ഞിട്ട് ഒരു കേസ് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് വീണ്ടും വിചാരണ ചെയ്യുമ്പോൾ അത് ആർക്കാണ് ഗുണം ഉണ്ടാകുന്നത്? ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണവും ഈ വിചാരണയും എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? പൊട്ടന്മാർക്ക് മാത്രമേ ഇത് മനസ്സിലാകാതായിരിക്കുള്ളൂ. അത് യഥാർത്ഥത്തിൽ CPM ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ശരിയായിട്ടുള്ള ഒരു വിശദീകരണം. കാരണം ആളുകൾ പറയും CPM-കാരനല്ലേ അഭിമന്യു CPM-കാരനല്ല. അഭിമന്യു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷി ഒരു കുഞ്ഞു കൊച്ച് അത് മഹാരാജാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് രക്തസാക്ഷിയാക്കിയിട്ട് നമുക്ക് അയാളെ മാറ്റാനായിട്ട് സാധിക്കും. പക്ഷെ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനും ഈ സൊസൈറ്റിക്കുമാണ്. അത് അയാളെപ്പോലുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തിയെ ഈ സമൂഹത്തിന് നമുക്ക് നഷ്ടപ്പെട്ടു. അയാൾക്കും അയാളുടെ കുടുംബത്തിനും മാത്രമല്ല നീതി കിട്ടേണ്ടത്, ഈ സൊസൈറ്റിക്ക് ആകെ അതിൽ നീതി കിട്ടണം. അപ്പോൾ കുടുംബത്തെ ഇപ്പോൾ CPM-ഉം CPM-ന്റെ ആളുകളും സംരക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വാക്ക് പറയാതിരിക്കുന്നത്. ഞാൻ ഇടതുപക്ഷമാണ്, പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് അതിശക്തമായിട്ടുള്ള വിയോജിപ്പാണുള്ളത്. കാരണം അഭിമന്യുവിൻ്റെ കേസ് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ചാർജ് കൊടുത്ത് അത് വിസ്തരിച്ച് പ്രതികളെ ശിക്ഷിച്ച് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ടായിരുന്നു. അത് സർക്കാർ ചെയ്തില്ല എന്ന് മാത്രമല്ല, 7 വർഷം കഴിഞ്ഞിട്ടും 7 വർഷമൊക്കെ കഴിയുമ്പോൾ ആ കേസിലെ സാക്ഷികൾ എവിടെ പോകും? ആ സാക്ഷികളിൽ പലരും മരിച്ചു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ആ സാക്ഷികൾ കൂറുമാറിപ്പോയിട്ടുണ്ടാവും. ആ സാക്ഷികളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും. പിന്നെ കോടതിയിൽ വന്നു കഴിയുമ്പോൾ ആ സാക്ഷികൾ കൃത്യമായിട്ട് മൊഴി പറയണം എന്നില്ലാത്തൊരവസ്ഥ വരും. ഇതൊക്കെ കേസിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും തന്നെ ശ്രദ്ധിക്കാതെ സർക്കാർ കേസ് നന്നായി നടത്തുന്നു എന്ന് കേവലമായി പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. ഞാൻ അതിശക്തമായിട്ട് വിയോജിക്കും. കാരണം എൻ്റെ നിലപാട് ഇടതുപക്ഷ നിലപാടാണ്. എന്നെ സംബന്ധിച്ച് STPI-കാരനായിട്ടുള്ള ആളോ അല്ലാത്തൊരാളോ അഭിമന്യുവിനെ കൊന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാതിരുന്ന ഒരു മനസ്സുള്ള ഒരു ഇടതുപക്ഷ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഇത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും ഈ കാര്യത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തിരുത്തണമെന്ന് പലപ്പോഴും എനിക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ CPM-ന്റെ നേതാക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളിതിൽ ഇടപെടണം എന്ന് പോലും ഞാൻ CPM-ന്റെ നേതാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എല്ലാ വർഷവും നമ്മൾ അഭിമന്യു രക്തസാക്ഷി ദിനം ആചരിക്കുകയും എല്ലാവരും അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഒരു നീതി നടപ്പിലാക്കപ്പെടുന്നില്ല. അത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവ് സംഘടനാപരമായി അവർ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്നു, എല്ലാ വർഷവും നമ്മളെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് ആ ആളെ കൊന്നതാര്, എന്തിന് എന്നുള്ളത് വ്യക്തമായി വരിക എന്ന് പറയുന്നത്. നമ്മൾ പറയാം വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ചുകൊണ്ട് മാത്രമാണ് കൊന്നതെന്നാണല്ലോ നമ്മൾ പറയുന്നത്.
പക്ഷെ അത് തന്നെയാണോ അതിന്റെ കാരണം എന്നുള്ള കാര്യം അന്വേഷണത്തിലെ തെളിയുള്ളൂ, സാക്ഷികളിൽ നിന്നേ തെളിയുള്ളൂ. ഇപ്പോൾ ഇതിലെ ഈ മാഡം നേരത്തെ പറഞ്ഞ രേഖകൾ, അതായത് 11ഓളം രേഖകളാണ് കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അതിൽ കുറ്റപത്രം മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സർട്ടിഫിക്കറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അവർ എടുത്തുകൊണ്ട് പോകാനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം? അല്ല, സാധാരണ രീതിയിൽ ഒരു കേസിന്റെ ട്രയൽ ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിക്ക് എല്ലാം കൊടുക്കും. ഈ ചാർജുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പ്രതികൾക്ക് കൊടുക്കുന്നതാണ്. പിന്നെ എന്തിനാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തുകൊണ്ട് പോയത്? അത് കൃത്യമായിട്ടും അതിൽ കൃത്രിമം നടത്താനാണോ എന്നത്, അത് എടുത്തുകൊണ്ടുപോയി അത് കൃത്രിമം നടത്തി തിരിച്ചു വെക്കാനായിരുന്നോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് കൂട്ടുനിന്നത് ആരാണ്? അതിന് കൂട്ടുനിന്ന ജഡ്ജി ആരാണ്? അതിന് കൂട്ടുനിന്ന കോടതി ഏതാണ്? ആ കോടതി എന്തുകൊണ്ട് അത് ചെയ്തു? ആ ജഡ്ജി പോലും CPM-മായി ബന്ധപ്പെട്ടുള്ള ഒരു ജഡ്ജിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് കൃത്യമായി പാർട്ടി തലത്തിൽ അവരോട് ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഗൗരവകരമായിട്ടുള്ള ഒരു സമീപനം എടുക്കാതിരുന്നത് എന്നുള്ളത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും കണ്ണീർ തുള്ളി വരുന്ന സംഭവമാണ്. നമ്മൾ വൈകാരികമായി തന്നെയാണ് അതിനോട് നമ്മളൊക്കെ കാണുന്നത്. അത്രയ്ക്ക് നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു പയ്യനെ അത് കൊന്നുകളഞ്ഞത് STPക്കാരാണെങ്കിൽ കൃത്യമായി STPക്കാരാണെന്ന് പറയുകയും അവർക്ക് വേണ്ടത്ര ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. അതിനുകൂടി വേണ്ടിയാണ് ഈ സർക്കാരിനെ ജനങ്ങൾ, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അധികാരത്തിൽ കയറ്റിയത്. വിമർശനം പറയുന്ന സമയത്ത് നമ്മൾ കൊള്ളൂരില്ലാത്തവരാണ്, ഇടതുപക്ഷ വിരുദ്ധരാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ ഇടതുപക്ഷമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിമർശനങ്ങൾ കൃത്യമായി സർക്കാരിനോട് പറയണത്. സ്വയം വിമർശനം ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു മുഖമുദ്രയാണല്ലോ. സ്വയം വിമർശനത്തില് സർക്കാർ ഭരിക്കുമ്പോൾ, ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഭരിക്കുമ്പോൾ ഈ അന്വേഷണം നടത്തിയ ആളുകൾ ഇത്രയും നിസ്സാരമായിട്ട് ഈ വിഷയത്തിനെ കാണുന്നത്, അതിനെ വിമർശിക്കാനും അതിനെ തിരുത്താനും പാർട്ടി എന്ന നിലയിൽ ഇടപെടേണ്ടതാണ് അല്ലെ? ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇത്രയും ലാഗിങ് ഇതിൽ വരുത്തുന്നു? എന്തുകൊണ്ട് അവര് ഈ 16 പ്രതി വെച്ച് ബാക്കിയുള്ള ആളുകൾക്ക് ചാർജ് കൊടുക്കാൻ എന്താ ഇത്ര താമസം ഉണ്ടാവുന്നത്? അക്കാര്യമെങ്കിലും ചോദിക്കാനായിട്ട് ഈ CPM-ന്റെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം തയ്യാറാവണ്ടേ? അത് അങ്ങനെ തന്നെ ചോദിക്കണം. പക്ഷെ അവർക്ക് നേരിട്ട് പങ്കുണ്ടെങ്കിൽ അവരിത് ചോദിക്കാൻ തയ്യാറാകുമോ? അതെനിക്കിപ്പോൾ വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. CPIM-ന്റെ ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരിക്കുന്ന ജോൺ ഫെർണാണ്ടസിന്റെ ഭാര്യയാണ് ഈ അഭിമന്യു മരിച്ച ദിവസം അത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നത്. അതിനെ സംബന്ധിച്ച് അന്വേഷണത്തിന് പാർട്ടി അതിനെ നിഷേധിക്കുകയും ചെയ്തു. നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ലാത്തൊരു വിഷയമായതുകൊണ്ട് ആ വിഷയം നമ്മൾക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിൽ നിന്ന് വ്യക്തമാകേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയുടെ വിചാരണ നടപടികളിലാണ് ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വരാം. പക്ഷെ അത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി അവസാനം സാക്ഷികളെല്ലാവരും കൂറുമാറുകയും സാക്ഷികൾ മരിച്ചു പോവുകയോ ഇല്ലാതാവുകയോ, ഏതൊരു കേസിനും ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കേസ് നിൽക്കില്ല. അതിൽ കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുമില്ല. അത് CPM-ന്റെ നേതൃത്വം അത് സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.